ഒരു കഥ പറഞ്ഞേട്ടെ. കുഞ്ഞാവക്ക് ഒരു മയിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി തട്ടി. വണ്ടി തട്ടിയിട്ട് അതിന് നല്ല പരിക്ക് പറ്റി. ഈ വണ്ടി ഓടിച്ചവൻ എന്ത് ചെയ്ത് നിർത്താതെ പോയി. അപ്പോൾ അതിൽ വന്ന കുറേ പേര്, റോഡിൽ വന്ന ആൾക്കാർ ഇതിങ്ങനെ അവിടെ നിന്ന് പിടക്കുക. ആ പിടക്കുന്ന ജീവൻ്റെ മേലിന് മയിൽപ്പീലിക്ക് വേണ്ടിയിട്ട് ഒരാൾ എടുത്ത്, അത് കണ്ടതും വേറൊരാളെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന മയിലിൻ്റെ മേലിന് ഫുള്ള് ഇതിൻ്റെ പീലിക്ക് വേണ്ടിയിട്ട് അവർ പിടിച്ച് പറിച്ച് ആ പച്ച മാംസത്തുനിന്ന് പറിച്ചെടുക്കുക എല്ലാവരും കൂടെ. അതിങ്ങനെ പിടക്കുന്നുണ്ട്, ചത്തിട്ടില്ല. അത് ചാവാത്ത അതിൻ്റെ മേലിനാണ് ഇവർ പറിച്ച് ഇതിൻ്റെ പീലി പറിച്ചെടുക്കുന്നത്. ചത്തായിരുന്നെങ്കിൽ എന്നാലും കുറച്ചും കൂടെ പോട്ടേന്ന് വെക്കായിരുന്നു. ചാവാത്ത ജീവൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുക്കുന്നു. എങ്ങനെ തോന്നും മനുഷ്യന്മാർക്ക്? അതിങ്ങനെ പിടയ്ക്കും, അതിന് വിറ്റ് വെള്ളം കൊടുക്കാൻ എല്ലാവരും നോക്കുന്ന. അവന് കിട്ടിയത്ര എനിക്ക് കുറഞ്ഞു പോയോ എന്ന് നോക്കിയിട്ടാണ് മയിൽപ്പീലി പിടിച്ച് പറിക്കുന്നതിൻ്റെ മേലിൽ നിന്ന്. ഇത് നടന്ന സംഭവമാണ്, കഥയൊന്നുമല്ല. ഞാൻ വെറുതെ പിന്നെ ടോകൂട്ടനോട് എന്താണ് പറയണ്ടേന്ന് ചോദിച്ചിട്ട് അവനോട് പറയുന്നത്. മനസ്സിന് വല്ലാത്ത വിഷമമായി കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നു. അത് കടന്ന് പിടക്കുന്നതിൻ്റെ മുകളിൽ നിന്ന് ഈ മയിൽപ്പീലി ഇതെന്താ പുറത്ത് കടയിൽ വെച്ചതായിട്ടാണ്. അതിൻ്റെ ശരീരത്തിൽ നിന്ന് പിടിച്ച് പറിക്കുമ്പം ആ ഒരു വണ്ടി തട്ടിയ വേദനയും ഈ ഒരു വേദനയും എങ്ങനെ ഉണ്ടാവും, അതിനെ അനുഭവിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് മനുഷ്യർ ഓരോന്ന് അനുഭവിക്കുന്നത് ഒരു കർമ്മഫലമെന്ന് തോന്നിപ്പോവാണ് നമുക്ക്. എന്താ പറയണ്ടേ. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ഈ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മൈസൂരിൽ നിന്ന് വന്നതാണ്. ഇവിടെ എവിടെയോ ഈ പന്നിക്കണിക്ക് ആ ടൊയിനില്ല, ഭയങ്കര ഒരു എന്താ പറയണ്ടേ, കമ്പി കുടുങ്ങിയിട്ട് നമ്മുടെ ഹാളിൽ വന്നിട്ടൊരു പട്ടി. അപ്പം ഒന്നും ആയിട്ടില്ല, ഒന്നും സിമെൻറ്റ് തേച്ചിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. അതായത് അങ്ങനെ ഇത് കല്ല് വെച്ച് കെട്ടി അങ്ങനെ ഇരിക്കുക. അപ്പോൾ പിന്നെ ഇതാണെങ്കിൽ ഭയങ്കര ബഹളം. ഇത് അരയ്ക്ക് അങ്ങനെ തന്നെ മുറിഞ്ഞിട്ട് അതിൻ്റെ അരഭാഗം മുറിയാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മേലെ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന താഴെ നിന്നിങ്ങനെ ബഹളം ചേച്ചിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ഇതങ്ങനെ ഹാളിൽ കിടന്ന് പടയ്ക്കുമ്പം ആരാന്ന് ഞാൻ പറയുന്നില്ല, ഒരാൾ ഇതിലെ പോകുന്ന ഒരാൾ കയറിയിട്ട് ഒരു വടി എടുത്തിട്ട് ആ വേദന അത് സഹിച്ചുകൊണ്ടുണ്ട്. അത് കൂടാണ്ട് അതിനടിക്കും അയാൾ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ അടിക്കല്ലേ എന്ന് ഞാൻ. അപ്പോൾ എന്നെ അമ്മ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, വീട് എനിക്ക് കയറിയിട്ട് ഞാൻ രക്ഷിക്കാം, അതൊന്നും ചെയ്യൂല അമ്മ, വീട് ഇല്ല, നിന്നെ അത് കടിക്കും, നിന്നെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളോടൊന്ന് ദേഷ്യപ്പെട്ട്, നിങ്ങളൊരു മനുഷ്യനാണ്, അത് വേദന കൊണ്ട് പിടയ്ക്കുമോ, എങ്ങനെയാണ് നിങ്ങൾക്ക് അടിക്കാൻ തോന്നുന്നത്? അപ്പം ഡോക്ടറിൻ്റെ അച്ഛൻ എൻ്റെ ഹസ്ബൻഡും പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും കൂടെ ഓടി കിച്ചണിൽ കൂടെ വന്നിട്ട് മെല്ലെ ഒരാൾ അതിനെ ഇങ്ങനെ ഒരു ഇതിട്ടിട്ട് കയറിട്ടിട്ട് സ്റ്റെയർ കേസിൻ്റെ ഒരു കമ്പി ഉണ്ടായിരുന്നു, അതിനോട് ഇങ്ങനെ കെട്ടിയിട്ട് മെല്ലെ അത് അഴിച്ചു വിട്ടതോ അത് ചോര ഒഴിപ്പിച്ച് എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ വരെ അത് സമ്മതിച്ചില്ല. അങ്ങനെ ഓടിപ്പോകുന്നത് കണ്ട് എനിക്കന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാം ജീവനല്ലേ, മനുഷ്യന് മാത്രമല്ലല്ലോ ജീവനുള്ളത്. അതുങ്ങൾക്കും വേദന ഉണ്ട്, എല്ലാതുങ്ങൾക്കും അറിയാം. ദേവിയിട്ട് ആരും ഈ മൃഗങ്ങളോടൊന്നും ക്രൂരത ചെയ്യല്ലേ. നമുക്കൊക്കെ അത്രയേ ആയുസുള്ളൂ. ഇന്നലെ തൊഴിലുറപ്പിന് പോയ ഒരു പെണ്ണുങ്ങളില്ല മരിച്ചുകൂടെ. ഓരോന്ന് കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ മനസ്സിന് വല്ലാത്ത ടെൻഷനും വിങ്ങലും, എങ്ങോട്ടാ പോണേ, എന്തൊക്കെയാവുക, എന്നാ സംഭവിക്കുക എന്നുള്ള പേടി. പണ്ടൊന്നും ഞങ്ങളൊക്കെ കൊച്ചിലൊന്നും ഞങ്ങൾക്ക് ഇത്ര ഒരു ടെൻഷനില്ല. പക്ഷെ ഇപ്പം ചെറുപ്പക്കാർ തന്നെ അധികം മരിക്കുന്ന പ്രായമുള്ളവരെക്കാട്ടും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ജീവിതം നമ്മളിവിടെ എപ്പോഴും നിൽക്കാനുള്ളവരല്ല. ആയുസ് തീരുമ്പോൾ തീർച്ചയായിട്ടും പോകണം. നമ്മളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നവർ എല്ലാവരും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക, നല്ലത് വിചാരിക്കുക. എന്നാൽ തന്നെ നമുക്ക് സമാധാനം ഉണ്ടാവുമല്ലോ, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ബാക്കിയൊക്കെ അനുഭവിക്കുന്നത് അത്
എന്താ അത് ചില സമയത്ത് നമ്മളെ ദൈവം പരീക്ഷിക്കുന്നതാണെന്ന് വിചാരിക്കുക അത്ര തന്നെ.